കഴിഞ്ഞ ദിവസം നമ്മളെ കോഴിക്കോട് മുണ്ടിക്കൽത്താൻ ജംഗ്ഷനിൽ കാരന്തൂരേക്ക് പോകുന്ന ആ റോഡില്ല, ആ റോഡിന് അങ്ങനെ പോകുമ്പോഴാണ് നമ്മളൊരു വലിയൊരു അവില് കമ്പനി ഉണ്ട്, അവിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു അവില് പോകുമ്പോഴാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഇവിടെ നല്ല ഫുഡാണ് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഇതിൽ കയറി നോക്കിയതാണ്. പുറത്ത് തന്നെ ബോർഡ് വെച്ചിട്ട് റോഡ് മാത്രം നോക്കാം. അപ്പോൾ കയറി ഞാൻ എത്തുമ്പോഴൊക്കെ ആയി വരുന്നേ ഉള്ളൂ, കുറച്ച് വെയിറ്റ് ചെയ്ത് ഒരു 12:30 സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വാഴേൻ്റെ ഇല വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചമ്മന്തിയാണ് ആദ്യം വന്നത് കേട്ടോ. പിന്നെ ഒരു ഉപ്പേരി വന്നിട്ടുണ്ട്, എന്താ നമുക്ക് കഴിക്കുമ്പോൾ നോക്കാം. പിന്നെ നമ്മളെ മാങ്ങ മുറിച്ചിട്ട് ഈ വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കൂല, അങ്ങനത്തെ ഒരു അച്ചാർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കൂട്ടുകറി വന്നിട്ടുണ്ട്. 60 രൂപയായിട്ട് അവിടെ ചോറിന് വരുന്നത്. അപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് ഊണ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തെ ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. നമ്മുടെ കോഴിക്കോടത്തെ ഇപ്പം എല്ലാ മെസ്സേഴ്സിലും അതൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. പിന്നെ കറികൾ നോക്കുക, കറികളൊക്കെ വരുന്നുണ്ട്. ഇത് നോക്കാം എന്തൊക്കെയാണുള്ളത്, കറികൾ എന്തൊക്കെയാണുള്ളത്. ഇപ്പം 2 കറികൾ തന്നിട്ടുണ്ട്, മീൻകറിയും പച്ചക്കറി ആയിരിക്കും സ്വാഭാവികമായിട്ടും. സാമ്പാർ, ഇപ്പം നമ്മളിപ്പോൾ എവിടെ പോയാലും സാമ്പാർ കിട്ടുന്നുണ്ട് കേട്ടോ. സാമ്പാർ നമുക്ക് ഇഷ്ടമായതുകൊണ്ട്. അതായത് മീൻകറി അല്ല, പച്ചക്കറി തന്നെ കേട്ടോ. നമ്മളെ മോരുകറി, ഇളവനൊക്കെ ഇട്ടുള്ള മോരുകറി. അപ്പം എന്തായാലും മീൻകറി ഇല്ലാണ്ട് ഇരിക്കൂല. നോക്കാം, മീൻകറി വന്നിട്ടുണ്ട് 3 കറിൻ്റെ ഇവിടെ. നല്ല തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി, ഇത്രയും സാധനം വന്നിട്ടുണ്ട്. ഒരു ഞാനല്ല 12 സാധനം തുടക്കത്തിൽ തന്നെയാണ് ഞാൻ. അപ്പോൾ മീൻ പൊരിച്ചൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആയതൊരു മത്തി എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കഷ്ണം മീൻ, അങ്ങനെ സാധനങ്ങൾ 3-4 ടൈപ്പ് മീനിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചൂടോട് ഒരു മത്തി കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ്. പിന്നെ മോര് കണ്ടിട്ടോ, കഴിച്ചു നോക്കട്ടെ. നല്ല സാമ്പാറല്ലേ കാണാൻ, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എവിടെ പോയാലും നമുക്ക് സാമ്പാർ കിട്ടുന്നുണ്ട് കേട്ടോ. സാമ്പാറുള്ള ദിവസമാണ് ഞാൻ എത്തിപ്പെടുന്നത് അധിക സ്ഥലത്ത്. അതൊരു പിടി നല്ല സാമ്പാർ കിട്ടും. അത് കാണുമ്പോൾ തന്നെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. സാമ്പാർ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ആ മീൻകറീൻ്റെ മുകളിലേക്ക് ഒന്ന് നോക്കട്ടെ. കഷ്ണമൊന്നും കിട്ടിയില്ല, നോക്കാം. നല്ല കഷ്ണം, നല്ല കാണാൻ നല്ല രസമുള്ള ചാറ് കിട്ടും. നല്ല പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള മീൻ കറി കിട്ടും, സംഭവം കൊള്ളാം. അതേപോലെ ഒരു മോര് കറി, ഇത് നമുക്ക് പലപ്പോഴും കാണാറില്ല അല്ലേ, മോര് കറി. 3 കറി ഉണ്ട് കേട്ടോ, ഇളവനൊക്കെ ഇട്ടുള്ള മോര് കറി, എന്തായാലും സെറ്റ്. പിന്നെ കുപ്പിയിലുള്ള ചാറിലവിടെ മോരുണ്ട്, നമുക്ക് കഴിക്കാം. നമുക്ക് പപ്പടം അങ്ങനത്തെ സൈഡ് ഐറ്റംസ് എല്ലാം കൂടി കൂട്ടിയിട്ട് പിടിക്കാം. കൂട്ടുകറി ഉണ്ട്. പിന്നെ നമ്മളെ ഞാനല്ല മാങ്ങേൻ്റെ അച്ചാർ, ചെറിയ പീസാക്കിയിട്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നൊരു അച്ചാർ. പിന്നെ ഇത് നമ്മളെ കൈപ്പങ്ങയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഉപ്പേരി കേട്ടോ. എല്ലാം സെറ്റാണ്, നല്ലൊരു ഫുഡ് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ കൂട്ടുകറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെ മീൻ പൊരിച്ചതിൻ്റെ മുകളിലേക്ക് വന്നിട്ട് അതിൻ്റെ തന്നെ നമ്മളെ അപ്പോഴാണ് ചമ്മന്തിൻ്റെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. പച്ചമുളകിൻ്റെ ചമ്മന്തി, അത് ആ സാമ്പാറിൻ്റെ ഭാഗത്ത് വെച്ചൊന്ന് കൂട്ടി പിടിച്ചോ കേട്ടോ. ശരി, കുറവാണ് അധികം പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളീൻ്റെ കൂടുതലായിട്ട് വരുന്നത്. എന്തായാലും മീൻ പൊരിച്ചതിൻ്റെ മുകളിൽ നോക്കാം. വേറെ മീൻ പൊരിച്ച ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ പെട്ടെന്ന് ആയത് എടുത്തിട്ടേ ഉള്ളൂ. നല്ല ചൂടുണ്ട്, ഇപ്പം എടുത്തുകൊണ്ട് പോകുന്നതാണ്. അതിൻ്റെ മുകളിൽ ഒരു മൊരിയൊക്കെ ആയിട്ട് കഴിച്ചു നോക്കണം. നല്ല നെയ് ടൈപ്പ് മത്തി, അങ്ങനത്തെ ഒരു അലിഞ്ഞ മത്തിയില്ലേ, നോക്കാം. ചോറിൻ്റെ കൂടെ സാമ്പാറിൻ്റെ ഭാഗത്ത് തന്നെ നല്ല ചൂടോടുകൂടെ കഴിക്കുമ്പോഴേ സാധനം സെറ്റാട്ടോ. ഇനി മോര്, ഇപ്പം ഞാനിവിടെ കയറി വരുമ്പോൾ പുറത്ത് മോര് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കുപ്പിയിൽ. ഞാൻ പറയാം, നല്ല നാടൻ മോര്. ഇപ്പോൾ പല സ്ഥലത്തും ഈ പാക്കറ്റ് മോര് വാങ്ങിയിട്ട് പാക്കറ്റ് തൈര് വാങ്ങി മിക്സിയിൽ അടിച്ചിട്ടാണ് വെക്കുക. അതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ആ നാടൻ മോരിൻ്റെ ആ ഒരു പുളിയും എല്ലാം കൂടി, അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ 60 റുപ്യേൻ്റെ ഒരു നല്ല ഊണ്. സ്പോട്ട് ഞാൻ പറയാം, നമ്മളെ കോഴിക്കോട് മുണ്ടിക്കൽത്താഴം CWRD റോഡ്, മുണ്ടിക്കൽത്താഴത്ത് നിന്ന് നമ്മളെ കാരന്തൂരേ പോകുന്ന ആ റോഡിൽ തന്നെ ഒരു അവില് കമ്പനി അടയാളം വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ഊണ് കിട്ടുന്ന സ്പോട്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.